ഇനി നമ്മൾ പേട്ടയിലേക്കാണ് പോകുന്നത്. പേട്ടയിൽ SP ദീപക്കിനൊപ്പം ഇതാ ഇടതുപക്ഷ സ്ഥാനാർത്ഥി SP ദീപക്കിനൊപ്പം നിർഭൻ ചക്രവർത്തി കൂടിയുണ്ട്. നിർഭൻ, സ്ഥാനാർത്ഥി അടുത്തുണ്ടോ? തീർച്ചയായും അജിംഷാദ്, അവർക്ക് പോകാനുള്ള തിരക്കുണ്ട്. റോഡ് ഷോയ്ക്ക് പേട്ട ഒരുങ്ങിക്കഴിഞ്ഞു. വലിയ ആവേശകരമായ മത്സരമാണ്. തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, ആവേശത്തിലാണ് പ്രവർത്തകർ. എങ്ങനെയാണ് അവസാന നിമിഷം വിലയിരുത്തുമ്പോൾ? ആവേശകരമായിട്ടുള്ള പ്രവർത്തകർ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. വൻ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള ഒരു അവസാന പ്രകടനമാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. പേട്ടയിലെ വോട്ടർമാർ വളരെ സജീവമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. റോഡ് ഷോയുടെ എല്ലാ തരത്തിലുള്ള തലമുറയുണ്ട്. ബൈക്കിലൊക്കെ തന്നെ റോഡ് ഷോയുടെ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാരെ കാണാം. അങ്ങനെ ആ ഒരു റോഡ് ഷോയുടെ എല്ലാവിധ പ്രതാപവും നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ടായി മാറും. അതായത് അണികളുടെയും പ്രവർത്തകരുടെയും വലിയ ആവേശം ദീപക്കണ്ണനൊപ്പം ഉണ്ട് എന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം അങ്ങനെ അത് വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് സ്ഥാനാർത്ഥി. തീർച്ചയായിട്ടും എല്ലാ തലമുറയിൽപ്പെട്ടവരും ഇതിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഒരു യങ് ജനറേഷൻ എന്ന് പറയുന്നത് ഇത് പൂർണ്ണ അർത്ഥത്തിൽ ഒരു ഉത്സവം പോലെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായും അജിംഷാദ്, നല്ല തിരക്കിലുണ്ട്. അതായത് ഈ റോഡ് ഷോയ്ക്ക് തയ്യാറായി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ദീപക്കേട്ടനെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. അവരിപ്പോൾ തുറന്ന വാഹനത്തിലേക്ക് റോഡ് ഷോ ആരംഭിക്കുകയാണ്. എല്ലാവിധ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. അങ്ങനെ പേട്ട വാർഡിലെ റോഡ് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ മത്സരത്തിൻ്റെ പൊതുചിത്രം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ബൈക്കിൽ ചുവന്ന കൊടിയുമേന്തി നിരവധി പ്രവർത്തകർ തുറന്ന വാഹനത്തിലേക്ക് SP ദീപക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് വാർഡിൻ്റെ പ്രദേശം മുഴുവൻ ചുറ്റി നേരെ തിരിച്ച് പേട്ട ടൗണിലേക്ക് റോഡ് ഷോ സമാപിക്കുന്ന രീതിയിലാണ് റോഡ് ഷോ സജ്ജീകരിച്ചിട്ടുള്ളത്. ആ റോഡ് ഷോയുടെ എല്ലാ പകിട്ടും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തെയ്യത്തിൻ്റെയും തിറയുടെയും ഒക്കെ അകമ്പടിയോടുകൂടി വലിയ തരത്തിലുള്ള വിപുലമായ പ്രൗഢഗംഭീരമായ റോഡ് ഷോ തന്നെയാണെന്ന് പറയാം. SP ദീപകിന്റെ റോഡ് ഷോ ആരംഭിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത്. തലസ്ഥാനത്ത് SFIയുടെ രാഷ്ട്രീയത്തിന് അതീതമായി കൂടി വ്യക്തിപരമായി വളരെ സ്വീകാര്യനായ വ്യക്തി കൂടിയാണ് SP ദീപക്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ സമരപന്ഥാവിലൂടെ വലിയ രാഷ്ട്രീയ മുന്നേറ്റം സംസ്ഥാനത്ത് തലസ്ഥാനത്തൊക്കെ നടത്തിയ വ്യക്തി കൂടിയാണ്. അപ്പോൾ വ്യക്തിപരമായ വോട്ട്, രാഷ്ട്രീയത്തിൻ്റെ വോട്ട്, പിന്നീട് പിണറായി വിജയൻ സർക്കാരിൻ്റെ വിജയത്തിനുള്ള വോട്ട്, ഇതൊക്കെയാണ് സമ്മേളിക്കുന്ന ആവേശത്തിൻ്റെ കൊടുമുടി തന്നെയാണ് ഈ റോഡ് ഷോയിലും നമുക്ക് ദർശിക്കാനാകുന്നത്. നിർഭൻ ചക്രവർത്തി, തീർച്ചയായും SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിളനില സമരം പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ സമര പോരാട്ടങ്ങൾ നയിച്ച നേതാവാണ്. SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, DYFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. SFIയുടെ ഇന്നത്തെ മന്ത്രിസഭയിലുള്ള പല പഴയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ KN ബാലഗോപാൽ, P രാജീവ്, MP രാജേഷ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച നേതാവാണ് SP ദീപക്. SP ദീപക് ആ തലസ്ഥാനത്തെ പേട്ട പോലെയുള്ള ചുവന്ന മണ്ണിൽ ഈ വാർഡ് പിടിച്ചടക്കാൻ നിയോഗിച്ചിട്ടുള്ളത്, ഇടതുമുന്നണി നിയോഗിച്ചിട്ടുള്ളത് SP ദീപകിനാണ്. അതിൻ്റെ ഒരു ആവേശം ഇവിടുത്തെ പ്രവർത്തകർക്ക് കാണാം. പിന്നിൽ നിന്ന് അണിനിരക്കുന്ന വനിതാ പ്രവർത്തകർ, ഒപ്പം തന്നെ റോഡ് ഷോയ്ക്ക് തയ്യാറാക്കി വരുന്ന ബൈക്ക് റാലി, തെയ്യത്തിൻ്റെയും തിറയുടെയും അനൗൺസ്മെന്റിൻ്റെയൊക്കെ എല്ലാ ആവേശത്തോടുകൂടി പേട്ടയിലെ ഇടതുമുന്നണിയുടെ മുന്നേറ്റത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത്. അതിൻ്റെ ഒരു ആവേശം തന്നെ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കൗൺസിൽ വാർഡുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മത്സരം നടക്കുന്ന ഏറ്റവും കൂടുതൽ തലസ്ഥാനത്ത് ഉറ്റുനിൽക്കുന്ന നേതാവാണ് SP ദീപക്. SP ദീപകിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആവേശ ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത്. തീർച്ചയായും